അപ്പോൾ എൻ്റെ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയാമോ? ഞങ്ങൾ കുറച്ച് റാഗി മേടിച്ചിട്ടുണ്ടായിരുന്നു. റാഗി പൊടി വാങ്ങുന്നേക്കാൾ നമ്മളിങ്ങനെ മുഴുവനായിട്ടുള്ള റാഗി മേടിക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മുടെ ദോശ ഉണ്ടാക്കുമ്പോൾ അതിലിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറുക്ക് പോലെയൊക്കെ അരച്ചിട്ട് ഉണ്ടാക്കി കഴിക്കാം. പാലിലൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ കഴിക്കാം. പക്ഷേ നമ്മൾ ഈ റാഗി വാങ്ങി നോക്കിക്കഴിഞ്ഞാൽ മൊത്തം അതിൽ വേറെ കുറേ സാധനങ്ങളുണ്ടാവും. അരിയാണെങ്കിലും അല്ലെങ്കിൽ കല്ല് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ചു നന്നായി അങ്ങ് കഴുകി വൃത്തിയാക്കാം. കഴുകി വൃത്തിയാക്കിയപ്പോഴല്ലേ കണ്ടത് ഇതിൽ എന്തൊക്കെ അഴുക്കാണെന്നറിയാമോ? അഴുക്കുണ്ടാവും, സാധാരണയാണ്. ഇതെങ്ങനെ ഉണ്ടാവണം എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതെങ്ങനെയാണ് ഇത് നമ്മുടെ കൈകളിലേക്ക് എത്തണമെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൽ എത്രമാത്രം അഴുക്കുണ്ടാവുമെന്ന്. അപ്പം നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ നമുക്കിതെല്ലാം വാങ്ങിയിട്ട് മുഴുവനായിട്ടുള്ളത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ കഴുകി വൃത്തിയാക്കി ഉണക്കിയൊക്കെ എടുത്തു വയ്ക്കാം. അപ്പോൾ ഇതാ അതിലത്തെ അഴുക്കൊക്കെയാണ് കേട്ടോ ഈ പോകുന്നത്. അതിൻ്റെ തൊലിയും പിന്നെ കുറേ മണ്ണൊക്കെ ഉണ്ടായിരുന്നു, കുറേ കല്ലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കുറേ മാറ്റി കുറേ പ്രാവശ്യം കഴുകിയിട്ടാണ് ഇത് നല്ല കളറൊക്കെ ആയത്. ഇപ്പോൾ വെള്ളത്തിൻ്റെ കളറൊക്കെ തന്നെ നല്ലോണം ബ്ലാക്ക് കളറൊക്കെ ആയിരുന്നു. പിന്നെ കഴുകി എടുത്തപ്പോൾ നല്ല തെളിച്ചൊക്കെയുള്ള വെള്ളമൊക്കെ ആയി കിട്ടി കേട്ടോ. അപ്പോൾ അതാ ഞാൻ അങ്ങനെ കുറേ സമയം കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുഴുവനായിട്ടുള്ള ധാന്യങ്ങൾ യൂസ് ചെയ്യാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ദോശയ്ക്കും ഇതൊക്കെയാണെങ്കിൽ നമുക്കിപ്പോൾ ഷുഗറോ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഈ ഫൈബർ എല്ലാം അടങ്ങിയത് കൂടുതലായിട്ട് വരുമ്പോൾ നമ്മൾക്ക് ഷുഗറെല്ലാം കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഐറ്റംസിനേക്കാൾ നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ ഹോൾ ഗ്രെയിൻസ് യൂസ് ചെയ്യാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ മില്ലറ്റ്സ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ ഫൈബർ നല്ല ഹെൽത്തി ആണെന്ന് പറയും. പക്ഷേ അത് നമ്മൾ യൂസ് ചെയ്യണ രീതിയുണ്ട്. നമ്മളിപ്പോൾ റാഗി പൊടി മേടിച്ച് വെച്ചിട്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് മുഴുവനായിട്ടുള്ള റാഗി മേടിച്ചിട്ട് ചെയ്യുന്നതാണെന്ന്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ എന്തായി കഴുകി വൃത്തിയാക്കിയത് ഓരോരോ ട്രിപ്പായിട്ടാണ് ചെയ്തത്. നമ്മൾ കുറച്ച് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 ട്രിപ്പായിട്ട് ഞാനിങ്ങനെ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കാണുന്നുണ്ടല്ലോ ഇതിലത്തെ അഴുക്കൊക്കെ. അപ്പോൾ അത് നമ്മൾ ഏതൊരു ഐറ്റം മേടിക്കുകയാണെങ്കിലും ഇപ്പോൾ ഉണ്ടാവും ഫുള്ള് കെമിക്കൽസാണ്, അതല്ലെങ്കിൽ ഫുള്ള് മായമാണ്. ഈ റാഗിക്ക് പകരം ഇതിനകത്ത് കുറേ ഐറ്റംസ് കൂടി ആഡഡ് ആണ്. അപ്പോൾ അങ്ങനെ അഡൾട്ട് ട്രെൻഡ്സും എല്ലാത്തിലുള്ള സാധനങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. അങ്ങനെ ഒരുവിധമൊക്കെ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ റാഗിയെ പറ്റി അറിയാലോ, നല്ല കാൽഷ്യം റിച്ച് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബോൺ ഹെൽത്തിന് ഇപ്പോൾ പ്രായമായി കഴിഞ്ഞാലും, പ്രായം എന്നല്ല ഏതൊരു ഏജിലാണെങ്കിലും ബോൺ ഹെൽത്തിന് നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ റാഗി. ചെറുധാന്യമാണിത്, മില്ലറ്റ് ഗ്രൂപ്പിൽ പെടും, ഫിംഗർ മില്ലറ്റ് എന്നൊക്കെ പറയും. അപ്പം നമ്മൾ ഇതിനെ പാവങ്ങളുടെ നല്ലൊരു ഫുഡാണ് റാഗി, കാൽഷ്യം റിച്ച് ആയിട്ടുള്ള നല്ലൊരു ഭക്ഷണമാണ്. അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കുക കേട്ടോ. ഇപ്പോൾ എല്ലാവരും റാഗി ദോശയും റാഗി ഇഡ്ഡലി, റാഗി റൊട്ടി, റാഗി ഉത്തപ്പം അങ്ങനെ കുറേ വെറൈറ്റീസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ കർണാടകയിലൊക്കെ കൂടുതലും റാഗിയാണ് യൂസ് ചെയ്യുക. ഇവരിവിടെ റാഗി മുദ്ദയായിട്ടാണ് കേട്ടോ ഉണ്ടാക്കി കഴിക്കുന്നത്. അത് റാഗി പൊടി വെച്ചിട്ട് ഇവരിങ്ങനെ ചെയ്യും. മുദ്ദ മീൻസ് ഒരു ബോൾ പോലെ ഉണ്ടാക്കിയെടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഇവർ ഇലക്കറികളോ അതല്ലേ മട്ടൻ അങ്ങനെയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അത് നല്ല ഇവിടുത്തെ ഒരു കർണാടക ഐറ്റമാണ് റാഗി മുദ്ദയും മട്ടണൊക്കെ. അപ്പോൾ അതൊരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി കാണിക്കട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ ടെറസിൽ വന്നതാണ്, ഒരു ഷോൾ വിരിച്ചു കൊടുത്തു. നല്ല ടെറസാണ് ഞങ്ങളുടെ, അതുകൊണ്ട് പിന്നെ അധികം വൃത്തികേടൊന്നുമില്ല. പിന്നെ ഷോൾ വിരിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഈ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് നമ്മുടെ റാഗിയൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് നല്ല വെയിലുള്ള സമയത്ത് ഞാൻ ചെയ്ത ഒരു പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായതാണ്. അപ്പോൾ ഇതാ അങ്ങനെ ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ ഉണക്കാനിട്ടിട്ട് ഇവിടെ നിന്ന് പോകാനും പറ്റത്തില്ല, കാരണം പ്രാവുകൾ വന്ന് മൊത്തം കൊത്തിത്തിനും. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരിക്കുവാണേ. അപ്പോൾ അത് അവിടെയുള്ള കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട്, പ്രാവുകളൊക്കെ അത് ആ മേലെ ടാങ്കിൻ്റെ മേലെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ റാഗിനെയൊക്കെ ഉണക്കിയെടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ മേലെ ഞാനൊരു ഷോള് വിരിച്ചിട്ട് കല്ലൊക്കെ എടുത്തു വെച്ചിട്ട് പോവാറുണ്ട്. പിന്നെ ഇത് വേഗം നല്ല വെയിലുള്ളത് കൊണ്ട് പെട്ടെന്ന് ഉണങ്ങുമല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. പിന്നെ വേറൊരു ഷോൾ ഇതിൻ്റെ മേലെ വിരിച്ചിട്ടൊക്കെ ഞാൻ ഇടയ്ക്ക് പോവുകയൊക്കെ ചെയ്തിട്ടോ, അല്ലാതെ എത്ര സമയം ഇരിക്കാൻ പറ്റും. അപ്പം നല്ല വെള്ളമൊക്കെ പോട്ടെ എന്ന് വിചാരിച്ച് നല്ല ഒന്നും ഡ്രൈ ആയി കിട്ടട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ആക്കി. അപ്പോൾ ഞാൻ റാഗി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ ആയിട്ട് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കും. പിന്നെ കുറച്ചൊന്ന് പൊടിപ്പിച്ചെടുക്കുകയും ചെയ്യാറുണ്ട്. നമ്മളെപ്പോഴും പുട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു കുറുക്ക് പോലെയൊക്കെ ഉണ്ടാക്കാനായിട്ടും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലും റാഗി പുട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതാ നല്ലോണം നമുക്ക് ഡ്രൈ ആയിട്ടൊക്കെ കിട്ടിയിട്ട് ഇപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലോ. ആദ്യം എന്ത് കറുത്തിരുന്നതാ, കഴുകി വൃത്തിയാക്കിയപ്പോൾ കളറും മാറി നല്ല ഒരു ഫ്രഷ് ഫീലാണ് എനിക്ക് വരുന്നത്. അപ്പോൾ അത് നന്നായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ കാര്യം, പിന്നെ ഇവിടുത്തെ മില്ലിലൊക്കെ റാഗിത്തെ കല്ലൊക്കെ കളയാനായിട്ട് ഒരു മെഷീൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഇവർ അതിനെ കളഞ്ഞ് വെക്കുകയൊക്കെ ചെയ്യും, എന്നിട്ട് പൊടിപ്പിക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് കയ്യിലെടുത്ത് ഇങ്ങനെ ചെയ്തു, വെള്ളത്തിൽ കഴുകുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ഇവരിങ്ങനെ നമ്മൾ ഈ മുറത്തിലൊക്കെ വെച്ച് ഇങ്ങനെ ഇതാക്കി കളയുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ അപ്പോൾ അതാ റാഗിയൊക്കെ ഞാൻ നന്നായി പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മില്ലിൽ പോയിട്ട് റാഗിയൊക്കെ നന്നായി പൊടിപ്പിച്ചു. ഇതാ ഇങ്ങനെ റാഗിയുടെ പൊടിയൊക്കെ എടുത്ത്
ഒരു കവറിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതലും ഞാൻ ഉണ്ടാക്കുക റാഗി പുട്ടാണ്. റാഗി പുട്ടിൻ്റെ കൂടെ ചൂടോടെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ പിള്ളേരും എല്ലാവരും കഴിക്കും കേട്ടോ. അപ്പോൾ വൈകിട്ടൊക്കെ ഞാൻ അങ്ങനെ റാഗി പുട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കറാണ് യൂസ് ചെയ്യുന്നത്. പുട്ട് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു, നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക. നമ്മൾ നോർമലി പുട്ടിന് പൊടി കുഴയ്ക്കുന്ന പോലെ തന്നെ നമ്മൾ അങ്ങ് കുഴച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇനി നമ്മൾക്ക് ഉണ്ടാക്കാൻ പോണ പാത്രത്തിൽ അതിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. അതിനുശേഷം പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അങ്ങനെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക, പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഇവിടെ കുക്കറിൻ്റെ മേലെ വെച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കിട്ടും ചെയ്യും. എനിക്കിഷ്ടമാണ് എന്താണെങ്കിലും റാഗി പുട്ട്. ഹെൽത്തി ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുമുണ്ട്. ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതാ കുക്കറിൻ്റെ മേലെയൊക്കെ വെച്ചിട്ട് റാഗി പുട്ട് റെഡിയാക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അത്ര മതിയല്ലോ. പുട്ടൊക്കെ വേവാൻ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അതുകൊണ്ട് ആവി വരുമ്പോൾ ഇനി അതെടുത്ത് മാറ്റിയാൽ മതി. പിന്നെ അങ്ങനെ റാഗിയുടെ ഒരു സ്മെല്ലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കറിയൊക്കെ ഒഴിച്ച് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് റാഗി ദോശ ഉണ്ടാക്കും, പിന്നെ ഇങ്ങനെ പുട്ടോ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. റാഗി നല്ല ഹെൽത്തിനൊക്കെ പറ്റിയതാണ്. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ആർക്ക് കൊടുക്കുകയാണെങ്കിലും നല്ലതാണ്. അപ്പോൾ ഏത് രൂപത്തിൽ വേണമെങ്കിലും കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കുക. മുഴുധാന്യങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും. നമ്മൾ സ്വന്തമായി വീട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഹാപ്പിയാവും. നമ്മൾക്ക് കഴിക്കുമ്പോൾ അതിൻ്റേതായ ഗുണങ്ങളും കിട്ടും. അപ്പോൾ എൻ്റെ റാഗി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ റാഗി പുട്ടിന് പ്ലേറ്റിലൊക്കെ എടുത്ത് മാറ്റി. ഇനിയിപ്പോൾ നമുക്ക് ചൂടോടെ അങ്ങ് കഴിക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ വല്ല ചിക്കൻ കറിയോ മട്ടൻ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനേക്കാൾ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിള്ളേർ പുട്ടാണോ റാഗി പുട്ടെന്നൊക്കെ പറഞ്ഞാൽ വേണ്ടാന്നൊക്കെ പറയാം. പക്ഷേ കറിയുടെ കൂട്ടത്തിൽ അവർ നന്നായി കഴിക്കും കേട്ടോ. എന്താണെങ്കിലും എങ്ങനെയാണെങ്കിലും കഴിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ പുട്ടും പഴവും കടലക്കറിയും ഒക്കെ കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി തോന്നുന്നു. എന്നാൽ ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ. താങ്ക്സ് ഫോർ